ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പുട്ടിനുള്ള ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ റാഗിപ്പൊടിയും ചേർത്താണ് പുട്ടുണ്ടാക്കുന്നത്. ഇത് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ. പുട്ടിനുള്ള പൊടി നന്നായി നനച്ച ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്തിട്ടു ടേസ്റ്റിനായിട്ട്. വീണ്ടും ഒരു 5 മിനിറ്റോളം നനച്ചെടുത്ത ശേഷം ഒരു 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ശേഷം ഉണ്ടാക്കിയെടുത്ത പുട്ട് ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. നല്ല സോഫ്റ്റായിട്ടിരുന്നു. പുട്ടൊക്കെ ഉണ്ടാക്കി ബാക്കി അത്യാവശ്യ പണിയൊക്കെ തീർത്ത ശേഷം ഞാൻ വാർക്കപ്പുറത്ത് കയറി അലങ്കോലപ്പെട്ട് കിടന്ന് മുഷിഞ്ഞ് കിടന്നതൊക്കെ നല്ല പമ്പും കൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി. അപ്പോൾ അത്യാവശ്യം വൃത്തിയാക്കി. അപ്പോൾ പൊക്കമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി നല്ല നീറ്റാക്കി വെടുപ്പാക്കി പറക്കിയിട്ട് വേഗം കാപ്പി കുടിക്കാമല്ലോ എന്നുള്ള സമാധാനത്തിൽ ഓടി വന്നപ്പോൾ താഴെ മേളിൽ കഴുകിയതിൻ്റെ ഫുള്ള് പൊടിയും അഴുക്കും എല്ലാം ചാടി അലങ്കോലപ്പെട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും ഞാനത് കഴുകാനുള്ള തയ്യാറെടുപ്പില്ല. താഴെ കൂടി എല്ലാം ക്ലീൻ ചെയ്ത് തുടച്ച് പറക്കിയെടുത്ത് ശേഷം കാപ്പി കുടിയും കഴിഞ്ഞു. ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പലരുടെയും മനസ്സിലൊരു ചിന്തയുണ്ടാകും. എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല കേട്ടോ. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തും വിചാരിച്ചോട്ടെ, അതിനുള്ള ഒന്ന് ടൗൺ വരെ ഒന്ന് പോയി. കാരണം പൊന്നിന് ഡോക്ടറെ കാണിക്കേണ്ടി വന്നായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവൾ ഭയങ്കര ഓട്ടവും മാച്ചിലൊക്കെ ആയിരുന്നു, ഭയങ്കര കളിയായിരുന്നു അവിടെ ചെന്നപ്പോൾ. വീഴോട്ടാ. ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചോറുണ്ണാൻ നേരമായി. ചോറൂണൊക്കെ കഴിഞ്ഞത് അടുത്ത പരിപാടി തുടങ്ങി. എന്നാൽ മതിലൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചേക്കാമെന്ന് കരുതി അതിനുള്ള പുറപ്പാടായിട്ടൊക്കെ. ഒത്തിരി പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത്യാവശ്യം നീറ്റായി വെടിപ്പായി ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതെല്ലാം തനിയെ ചെയ്യുമല്ലോ നല്ലത്. പിന്നെ ഇതിൽ കാണിക്കുന്ന മതിലെല്ലാം ഫുള്ള് ഞാൻ പെയിൻ്റ് അടിച്ചതാട്ടോ. എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. മറ്റുള്ളവരുടെ ചിന്ത പോലെ നമുക്ക് ആയിത്തീരാൻ കഴിയില്ലല്ലോ. നമ്മളെന്താണോ അത് നമ്മളാകുക, അത്രേ ഉള്ളൂ. അപ്പം അതെ ബാക്കി പണിയൊക്കെ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ഫുള്ള് തിരക്ക് നിറഞ്ഞ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ മുറ്റത്തിൻ്റെ മതിലൊക്കെ ഏകദേശം ലെവലാക്കിയിട്ട് വീണ്ടും ഇതിനുള്ള കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വീണ്ടും വാർക്കപ്പൊക്കത്തിലേക്ക് കയറി. അവിടെ അത്യാവശ്യം വൈറ്റ് സിമെൻറ്റ് കാര്യങ്ങൾ തൂക്കാനുള്ള ഒരു റോളർ ഉപയോഗിച്ച് റോളറിൽ ഇത്തിരി നീളത്തിലുള്ള കോലൊക്കെ കണക്ട് ചെയ്ത് ഞാനും ചേട്ടായും കൂടി അങ്ങനെ അടിക്കാൻ തുടങ്ങി കേട്ടോ. അതുകൊണ്ടും അല്ലാത്ത ചെറിയ റോളർ കൊണ്ടും അങ്ങനെയൊക്കെ അത്യാവശ്യം പരിപാടികളൊക്കെ ചെയ്ത് തീർക്കുവാണ്. അപ്പം ഞങ്ങളുടെ പണികളൊക്കെ കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിടാനും ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും ബൈ ബൈ.